റൈറ്റ് ഒന്ന് തിരിച്ചു കേട്ടോ. സ്റ്റിയറിംഗ് തിരിക്കേണ്ട ശരിയായ രീതി ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ വഴിയിൽ നടക്കൂല. അത് നടക്കും, ഒരു ഡ്രൈവറിനെ പറ്റുള്ളൂ. മാമിനെ കൊണ്ട് അത് തിരിച്ചു മാറ്റാൻ പറ്റില്ല. കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. മാം എത്ര സെക്കൻഡ് എടുത്തിട്ടായിരിക്കും തിരിച്ചു തീർക്കുന്നത്. ആ സമയം കൊണ്ട് വണ്ടി ആ വഴി കടന്ന് പുറത്തു പോകും. ശരിയല്ലേ? കുറച്ചുകൂടി ക്വിക്കായിട്ട് കൈ മൂവ് ചെയ്യേണ്ടി വരും. ഈ ഒരു കൈ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യരുത്. ഇതേല് ആ വിരൽ ഇത് കണ്ട പുറത്തിരിക്കാനുള്ളതാ. ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്ത് വെക്കരുത്. അപ്പൊ നമ്മള് ബലം പിടിക്കും. പിടികിട്ടിയ ആ വിരൽ രണ്ടുപേരുടെയും വിരൽ അകത്തേക്ക് കയറ്റി ലോക്ക് ചെയ്ത് വെക്കരുത്. ഇങ്ങനെ പുറത്തായിരിക്കേണ്ടത്. ഓക്കെയാണ്. ഗ്രിപ്പിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ 4 വിരൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ പിടിച്ചു വെക്കാനല്ല, ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെയാണ്. മാം ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ മാമിന്റെ റൈറ്റ് കൈക്കാണ് കൂടുതൽ ജോലിയുള്ളത്. റൈറ്റ് കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണം. ഈ കൈ ഒന്ന് മാറ്റിയത്, അതൊന്ന് റൊട്ടേറ്റ് ചെയ്യിച്ച്. അത് തന്നെ കണ്ടാ, ആ വിരൽ അകത്ത് ഇൻസേർട്ട് ചെയ്യരുത്. ഒരു വിരലും അകത്ത് ഇൻസേർട്ട് ആവരുത്. ഇപ്പൊ താഴെ വരുമ്പോ ഇങ്ങനെ വെക്കുന്നുണ്ട് വിരല്. ആ വിരൽ ഇങ്ങനെ നിവർത്തി വെച്ചു കൊടുത്താൽ അതിങ്ങനെ തിരിച്ചെടുക്കാം. കണ്ടാ? ഓക്കെ. ഇപ്പോഴും മാമിന് ഗ്രിപ്പ് കിട്ടില്ല, കാരണം കൈ തെന്നുണ്ട്. ഇവിടെ വരുമ്പോ തെന്നാതിരിക്കാനാണ്. ഇവിടെ വരുമ്പോ 4 വിരൽ ഇങ്ങനെ ഔട്ടറിലാക്കിക്കോണം. മാം കൈ മാറ്റി, ഞാൻ കാണിച്ചത്. മാം ഇങ്ങനെയാ പിടിച്ചിരിക്കുന്ന സ്റ്റിയറിംഗിൽ. ഈ കൈ ഇങ്ങനെ വരും. ഇവിടെ വരുമ്പോ തൊട്ട് കൈയുടെ പൊസിഷൻ മാറ്റാൻ തുടങ്ങണം. ഇങ്ങനെ ആവും. ഇവിടുന്ന് മാമിന്റെ കയ്യിൽ നിന്ന് തെന്നാൻ തുടങ്ങും സ്റ്റിയറിംഗ്. അപ്പൊ 4 വിരൽ വെച്ച് ഇങ്ങനെ പിടിച്ച് മേളിലേക്ക് കയറിക്കോണം. ഓക്കെയാണ്. മാം തിരിച്ചു നോക്ക്. അത് തന്നെ കണ്ടാ? ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് തിരിക്കാൻ നോക്കിയാൽ നടക്കൂല. നമ്മുടെ ശരീരം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കൈ ഇങ്ങനെ മാറ്റേണ്ടി വരും. അപ്പൊ ഇത്രയും പൊസിഷൻ എത്തുമ്പോഴേ കൈ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വന്നാൽ എളുപ്പം നമുക്ക് കൊണ്ടുപോകാം. ഒരു ഡാൻസ് കളിക്കുന്ന ലാഘവത്തിൽ കൊണ്ടുപോകാൻ പറ്റും. വെറുതെ മാം സ്റ്റിയറിംഗ് ഇല്ലാതെ കൈ മാത്രം ഒന്ന് കറക്കി നോക്കിക്കതേല്. കണ്ടാ? അത് തന്നെ. ഓക്കെ. ഈ ഒരു കൈ വെച്ച് തിരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞ. രണ്ടാമതൊരു കൈ നമുക്കുണ്ട്. ആ തെന്നുന്ന സമയത്ത് ഈ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് തിരിക്കാൻ പറ്റും ബാക്കിയും കൂടെ. മാം ഒന്ന് റൈറ്റ് തിരിച്ചു നോക്കിയാ. അപ്പൊ ഈ കൈ റൈറ്റ് തിരിക്കുമ്പോ ഈ കൈക്കാ ജോലി. കണ്ടാ? കിട്ടുന്നുണ്ടാ? ലെഫ്റ്റ് തിരിക്കുമ്പോ ആ കൈക്കാ ജോലി. കറങ്ങട്ടെ. കണ്ടാ? ഓക്കെ ആണോ? ഇന്ന് റൈറ്റ് ഒന്ന് തിരിച്ച്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കൈയും കൂടെ ഉപയോഗിച്ചോണം. ലെഫ്റ്റ് തിരിച്ചോ മാം ഒന്ന് തിരിച്ച്. രണ്ടാമത്തെ കൈ ഉപയോഗിക്കും. അത്രേ ഉള്ളു. കണ്ടാ? എളുപ്പം തീർന്നില്ലേ? ഇനി റൈറ്റ് തിരിച്ച് രണ്ടാമത്തെ കൈ ഉപയോഗിച്ചോ. കിട്ടിയാ? ഇനി ഒരു കാര്യം കൂടെ, ആ രണ്ടാമത്തെ കൈ ഇല്ലേ, അതായത് വലിക്കാൻ ഉപയോഗിച്ച കൈ, അതൊരിക്കലും ആ സൈഡിലെ ചെസ്റ്റിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വിടരുത്. അപ്പൊ മാം ലെഫ്റ്റ് തിരിക്കാൻ നോക്കുക എന്ന് വിചാരിക്കും. ഈ കൈ കൊണ്ടാണ് നമ്മൾ വലിച്ച്